ഓൾ. അപ്പം നമുക്കിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു റൗണ്ടിലൊരു തിങ് എടുക്കണം. അതിനുശേഷം നമ്മളൊരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു ഫ്ലവർ മാഗ്നറ്റ് എന്നൊക്കെ പറയാം. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, എന്നാലും പറയാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് വീഡിയോ പോസായ പോലെ ഉണ്ട്. ഓക്കെ, എന്താണ് ഫ്ലവറിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വാഷ് ടേപ്പ് വെച്ചിട്ടാണ് ഷേപ്പൊക്കെ ആക്കി വന്നു ഞാൻ. അതിനുശേഷം നമ്മൾ എക്സസ് വന്ന ഭാഗമൊക്കെ ഒന്ന് മായ്ക്കണം. അപ്പം ഞാൻ ഒരു പെൻസിൽ എടുത്തിട്ട് എൻ്റെ ടോപ്പും കൂടെ വായിച്ചത് എന്താ വെച്ചാൽ ഞാൻ എന്നാലേ ക്ലിയർ ആയിട്ട് ഇട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നമ്മളൊരു കളർ ചെയ്യണം. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ബ്രഷ് പെൻസാണ്. ഇത് ഡോംസിൻ്റെയാണ് എടുക്കുന്നത്. അപ്പം അതെടുത്തിട്ട് നമ്മൾ ലാവൻഡർ ഷെയ്ഡാണ് എടുത്തത്. പേർപ്പിൾ. ഓക്കെ, പേർപ്പിൾ ഫുള്ളായിട്ട് കളർ ചെയ്തു. ഗൈസ് ഹാഫേ കാണിക്കാൻ പറ്റുള്ളൂ, ക്യാമറ അങ്ങനെ ആയിപ്പോയതാണ്, സോറി. ദെൻ ഞാൻ ആദ്യം വൈറ്റ് കൊടുക്കാനാണ് വിചാരിച്ചത്. ദെൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ യെല്ലോ കൊടുത്തു. ഇതെന്തായാലും ഞങ്ങൾ ഫുള്ളായിട്ട് കാണിച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം ഇത്രയും നേരം ഞാൻ പോസ് ചെയ്തിട്ട് ചെയ്തേ. അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ മൊത്തം കാണിച്ചാണ് ചെയ്യുന്നത്. നിങ്ങളും കൂടി കാണട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഡാർക്കായിട്ട് തന്നെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് യെല്ലോ. ഓക്കെ, ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത്രേ ഉള്ളൂ പരിപാടി. യെല്ലോൻ്റെ ക്യാപ്പ് കടച്ച് വെച്ചു കട്ട് ചെയ്യാം ഗൈസ്. സിസേഴ്സ് കൊണ്ടൊക്കെ ഇങ്ങനെ ഞാൻ കാണിച്ചു ഗൈസ്, ഒന്നുമില്ല. അതാണ് ഇങ്ങനെയൊക്കെ കട്ടൊക്കെ ചെയ്തെടുത്തു. ഫുൾ മെസ്സി ആയിട്ട് കിടക്കാണ് ടേബിള്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അവിടെ ഞാൻ അറിയാണ്ട് 2 ഡോട്ട് ഇട്ട് പോയി. എന്തായാലും അപ്ലൈ ചെയ്യാനായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്തായാലും അപ്ലൈ ചെയ്തിട്ട് വരാവേ. ഓക്കെ, ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ മേളിലൊന്ന് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇത് ഒട്ടിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു കട്ടി വേണ്ട, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒട്ടിച്ച് പെർഫെക്ഷൻ ആക്കണം, എന്നാലേ ആ ഒരു ഇതുമല്ലോ, അല്ലെങ്കിൽ എയർ ബബിൾസ് കയറും. നമ്മൾ ഈ ഫോണിലൊക്കെ ഇതുണ്ടുമ്പം എയർ ബബിൾസ് കയറില്ല, അതുപോലെ കയറും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തില്ലെങ്കിൽ എയർ ബബിൾസ് കയറും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊക്കെ പ്രസ് ചെയ്യണം. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെലോ ടേപ്പ് എൻ്റെ മുകളിൽ ഒട്ടിക്കാം, ട്രാൻസ്പെറൻറ്റ് സെലോ ടേപ്പ്. ഞാൻ അവിടെ ഒന്നും ഒട്ടിക്കുന്നില്ല. അതിനുശേഷം ഇതൊന്ന് കണ്ടോ, കട്ട് ചെയ്തുണ്ടോ, ഞാൻ കാണിച്ചു തരായിരുന്നു. അതിനുശേഷം അതും കൂടി കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കണ്ടോ, ഒരു നല്ല കട്ടിയുള്ളൊരു ഫ്ലവറായിട്ട് കിട്ടി. ഇനി നമ്മളൊരു മാഗ്നറ്റ്, നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് മാഗ്നറ്റ് ആണെങ്കിലും അത് എടുക്കാം, മീൻസ് ഇങ്ങനത്തെ ആണെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ ഇവിടുത്തെ ഈ ആൽഫബറ്റ്സിൻ്റെ ഈ ഒരു മാഗ്നറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരെണ്ണമല്ല, കുറേ ഇട്ട്. പക്ഷെ ഞാൻ ഇവിടെ അങ്ങനത്തെ മാഗ്നറ്റ് ഉണ്ടായിരുന്നുള്ളൂ. മാഗ്നറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ ആൽഫബറ്റ്സ്. അപ്പോൾ ഞാൻ അതിലൊരെണ്ണം 6 എടുത്തു. അതിനുശേഷം ഇതുപോലെ